Hey guys, welcome to another video of Concept Basket. So yes, ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോണത് സെൽ സൈക്കിളിനെ പറ്റിയിട്ടാണ്. So what is cell cycle? നമ്മുടെ DNA ഇരട്ടിച്ച് സെല്ലിലുള്ള മറ്റു സംഭവങ്ങളൊക്കെ ഇരട്ടിച്ച് അവസാനം സെല്ല് രണ്ട് ഡോട്ടർ സെൽസ് ആയിട്ട് മാറുന്ന പ്രോസസ്സാണ് സെൽ സൈക്കിൾ. ഇതിൽ രണ്ട് ഘട്ടങ്ങളാണ് വരുന്നത്. ഒന്ന് ഇന്റർഫേസ്, രണ്ട് എം ഫേസ് അഥവാ മൈറ്റോസിസ് ഫേസ്. സോ ഇന്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് എം ഫേസുകൾക്കിടയിൽ വരുന്ന ഘട്ടമാണ്. മൈറ്റോസിസ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലാണ് യഥാർത്ഥത്തിൽ സംഭവങ്ങൾ നടക്കുന്നത്. സോ എന്ത് നടക്കും? ആദ്യം ന്യൂക്ലിയസ് രണ്ടായി ഡിവൈഡ് ചെയ്യും. അതിനെ കാരിയോകൈനസിസ് എന്ന് പറയുന്നു. പിന്നീട് സൈറ്റോപ്ലാസം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അതിനെ സൈറ്റോകൈനസിസ് എന്ന് പറയുന്നു. ഇത്രയേ ഉള്ളൂ. സോ മൈറ്റോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷണൽ ഡിവിഷൻ ആണ് കേട്ടോ. സോ ഇന്റർഫേസിൽ എന്തൊക്കെ നടക്കും എന്നുള്ളതാണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോണത്. ഇന്റർഫേസ് അഗെയിൻ നമ്മൾ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് തിരിക്കുന്നത്. വി ഹാവ് G1 ഫേസ്, S ഫേസ്, G2 ഫേസ്. G1 ഫേസിൽ എന്താണ് നടക്കുക? സെൽ മെറ്റബോളിക്കലി ആക്റ്റീവ് ആണ്. സോ സെല്ലിൻ്റെ ഉള്ളിൽ വളരെ ആക്റ്റീവായിട്ട് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സെൽ ഗ്രോത്ത് നടക്കുന്നുണ്ട്. S ഫേസ് ഇതിൽ DNA ഇരട്ടിക്കാൻ പോവുകയാണ്. അതായത് 2C എന്നുള്ളത് 4C ആവും. ജസ്റ്റ് കണ്ടന്റ് ഒന്ന് ഇരട്ടിക്കും അല്ലെ, തൂക്കം കൂടും. പക്ഷെ നമ്പർ ഹാപ്ലോയിഡ് ആണെങ്കിൽ ഹാപ്ലോയിഡ് പോലെ, ഡിപ്ലോയിഡ് ആണെങ്കിൽ ഡിപ്ലോയിഡ്. സോ 2N എന്നുള്ളത് 2N തന്നെയായിരിക്കും. ഇപ്പോൾ 46 ക്രോമസോംസിലത് 46 തന്നെയാണ് നമ്പർ. പക്ഷെ അതിൻ്റെ ജസ്റ്റ് ഡബിൾ ആയി. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? തൂക്കം കൂടുന്നു. ഇതാണ് ആനിമൽസിൽ. നമ്മുടെ ന്യൂക്ലിയസിൽ DNA ഇരട്ടിക്കുന്ന സമയത്ത് സൈറ്റോപ്ലാസത്തിൽ സെൻട്രിയോൾസും കൂടി ഇരട്ടിക്കുന്നുണ്ട്. ഇതാണ്. ഇനി അടുത്തത് വരുന്ന G2 ഫേസ് ആണ്. ഇവിടെയും സെൽ ഗ്രോത്ത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അത് കൂടാണ്ട് മൈറ്റോസിസിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസും സിന്തസൈസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എം ഫേസിനെ പറ്റിയിട്ടാണ്. അതിൽ ആദ്യം ന്യൂക്ലിയർ ഡിവിഷൻ അഥവാ കാരിയോകൈനസിസ്. ഇത് 4 ഘട്ടമായിട്ടാണ് പറയുന്നത്. വി ഹാവ് പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ് ആൻഡ് ടിലോഫേസ്. സോ പ്രോഫേസിൽ എന്താണ് നടക്കുന്നത്? നമ്മുടെ എസ് ഫേസ് ഒക്കെ കഴിഞ്ഞ്, അതായത് DNA ഡ്യൂപ്ലിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് വരുന്ന ഈ ഒരു ക്രോമസോമൽ മെറ്റീരിയൽ ഭയങ്കര ടാങ്കിൾഡ് ആയി കിടക്കുകയാണ്, ഇന്റർട്വൈൻഡ് ആയിട്ട് കിടക്കുകയാണ്. സോ ഇതിനൊന്ന് അൺടാങ്കിൾ ചെയ്തിട്ട് നമ്മൾ എന്ത് സംഭവിക്കുകയാണ്? ക്രോമസോമൽ കണ്ടൻസേഷന് വിധേയമാക്കുകയാണ്. സോ ക്രോമസോമൽ കണ്ടൻസേഷൻ ഒക്കെ കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ഒരു ക്രോമസോം, അതായത് മൈറ്റോട്ടിക് ക്രോമസോം എന്ന് പറയുന്നത് നടുവിലൊരു സെൻട്രോമിയർ ഉണ്ടാവും. ഈ സെൻട്രോമിയറിന്റെ ഇരുഭാഗങ്ങളിലായിട്ട് ഒരു ഡിസ്ക് ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ കൈനറ്റോകോർ ഉണ്ടാവും. പിന്നെ നമുക്ക് ക്രോമാറ്റിഡ്സും ഉണ്ടാവും. അതാണ് ക്രോമസോം അല്ലേ? യെസ്, മൈറ്റോട്ടിക് ക്രോമസോം. മനസ്സിലാവുന്നില്ലേ? പിന്നെ ആനിമൽ സെൽസിന് നമ്മൾ പറഞ്ഞു എസ് ഫേസിൽ നമ്മുടെ സെൻട്രിയോൾസ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ പ്രോഫേസിലാകുമ്പോൾ ഇരു പോൾസിലോട്ടും ഓപ്പോസിറ്റ് പോൾസിലോട്ട് പോകുന്നു. അവർ ആസ്റ്റസ് അഥവാ മൈക്രോ ട്യൂബ്യൂൾസ് അവിടെ നിന്ന് ഇങ്ങനെയാണ്. സോ ദിസ് മൈക്രോ ട്യൂബ്യൂൾസ് വിത്ത് സ്പിൻഡിൽ ഫൈബേഴ്സ് ആർ ടുഗദർ നോൺ ആസ് മൈറ്റോട്ടിക് അപ്പാരറ്റസ്. ഫൈൻ. യെസ്. ഇനി ഒരു പ്രോഫേസ് കഴിയുമ്പോൾ നമുക്ക് ന്യൂക്ലിയോളസ് കാണാൻ കഴിയില്ല, ന്യൂക്ലിയർ മെംബ്രെയിൻ കാണാൻ കഴിയില്ല, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണാൻ കഴിയില്ല, ഗോൾഗി അപ്പാരറ്റസ് കാണാൻ കഴിയില്ല. ഈ 4 കാര്യങ്ങൾ മറക്കരുത്. ഇനി അടുത്ത ഘട്ടം മെറ്റാഫേസ്. വെരി സിമ്പിൾ. ക്രോമസോമൽ കണ്ടൻസേഷൻ ഒക്കെ കഴിഞ്ഞ് നമുക്ക് മൈക്രോസ്കോപ്പിൽ ക്രോമസോമിന്റെ മൊഫോളജി പഠിക്കാൻ പറ്റിയ ഘട്ടമാണ്. ഇവിടെ സ്പിൻഡിൽ ഫൈബേഴ്സ് കൈനറ്റോകോസിലോട്ട് അറ്റാച്ച് ചെയ്തിട്ട് നമ്മളെ ഈ ഒരു മൈറ്റോട്ടിക് ക്രോമസോംസിനും ഒക്കെ എങ്ങോട്ടേക്ക് കൊണ്ടുവരുന്ന ഇക്വേറ്റർ, സ്പിൻഡിൽ ഇക്വേറ്ററിലോട്ട് കൊണ്ടുവരുന്ന മെറ്റാഫേസിക് പ്ലേറ്റ്. ഓക്കെ, മനസ്സിലാവുന്നില്ലേ? അത്രേ ഉള്ളൂ. ഇനി അടുത്തത് ഏതാണ്? അനാഫേസ് ആണ്. ഇവിടെ സെൻട്രോമിയർ അങ്ങോട്ട് സ്പ്ലിറ്റ് ആവും, ക്രോമാറ്റിഡ്സ് അങ്ങോട്ട് സെപ്പറേറ്റ് ആവും, സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഓപ്പോസിറ്റ് പോൾസിലോട്ട് അങ്ങോട്ട് പോകും. അത്രേ ഉള്ളൂ. ഇനി ഏതാ വരുന്നത്? ടീലോഫേസ്. അങ്ങനെ ഓപ്പോസിറ്റ് പോൾസിൽ എത്തപ്പെട്ടിട്ടുള്ള ഈ ഒരു ക്രോമാറ്റിഡ്സിന് ഐഡന്റിറ്റി അങ്ങോട്ട് നഷ്ടപ്പെടും. പതുക്കെ പതുക്കെ ന്യൂക്ലിയർ എൻവലപ്പ് ഇങ്ങനെ ഫോം ചെയ്യാൻ തുടങ്ങും. ഇനി എന്താ? ന്യൂക്ലിയോളസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി അപ്പാരറ്റസ് ഇതൊക്കെ ഫോം ചെയ്യാൻ തുടങ്ങും. സോ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഉള്ളിൽ അല്ലേ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു സെല്ല് അതിൽ 2 ന്യൂക്ലിയസ് ആയിട്ട് കാണുന്നുണ്ട്. ഇനി അടുത്ത ഘട്ടമാണ് സൈറ്റോകൈനസിസ്. സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യാൻ പോവാണ്. സോ ആനിമൽസിൽ അവർക്ക് സെൽ വാൾ ഒന്നുമില്ല. സോ എന്ത് സംഭവിക്കും? സെൽ മെംബ്രെയിനിന്ന് ഒരു ഫറോ പോലെ ഇത് ഉള്ളിലോട്ട് ഇങ്ങനെ 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 വന്ന് അവസാന നടുവിൽ അങ്ങോട്ട് മീറ്റ് ചെയ്യും.
2 സെല്ലാവും. സോ ഇങ്ങനെ മീറ്റ് ചെയ്യുന്ന സമയത്ത് ആ സെല്ലിലുള്ള അപ്പോൾ ബാക്കി സെൽ ഓർഗനൽസ് ഒക്കെ നല്ല രീതിക്ക് ഈക്വൽ ആയിട്ട് ഇങ്ങനെ ഇരു സെല്ലുകളിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഒരു മൈറ്റോകോൺട്രിയ ഇവിടെ, അടുത്ത മൈറ്റോകോൺട്രിയ ഇവിടെ, ഒരു ഗോൾഗി ഇവിടെ, ഒരു ഗോൾഗി അവിടെ എന്നുള്ള രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്. മനസ്സിലായോ? പ്ലാന്റ് സെൽസിന് ഒരു പ്രത്യേകത ഉണ്ട്, അവർക്ക് സെൽ വാൾ ഉണ്ട്. സോ ഈ ഒരു ഫറോ പോലെ നടക്കൂല. ഇവിടെ എന്ത് സംഭവിക്കും? സെൽ പ്ലേറ്റ് നടുവിലായിട്ട് ഫോം ചെയ്യും. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഇത് 2 കോശങ്ങളായിട്ട് മാറുമ്പോൾ ആ സെൽ വാളുകൾക്കിടയിൽ ഒരു മിഡിൽ ലാമിലി ആയിട്ടാണ് ഈ സെൽ പ്ലേറ്റ് ഉള്ളത്. അതങ്ങനെ പതുക്കെ ലാറ്ററലി ഇങ്ങനെ വലുതായി അവസാനം സെൽ വാളിലോട്ട് തട്ടുന്നു. 2 സെല്ലുകളായിട്ട് അത് ഡിവൈഡ് ചെയ്ത് പോകുന്നു. ഇത്രയാണ് നമുക്ക് ഏതുള്ളത്? സെൽ സൈക്കിളിൽ പറയാനുള്ളത്. സോ വേറൊരു കിഡിലും വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. സ്റ്റിൽ ദെൻ ബൈ.